നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെഷനിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്പോർട്സ് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലേ, സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചറൊക്കെ. അപ്പോൾ ഇനി മുതൽ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്താലും PSC ഭാഗങ്ങളൊന്നും സ്കിപ്പ് ചെയ്തോളണമെന്നില്ല. നമ്മുടെ ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ ആവും ചിലപ്പോൾ നമ്മൾ എഴുതുന്ന എക്സാമിനാവും ചിലപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ആ ഭാഗം മൊത്തം സ്കോർ ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും മാർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. പിന്നെ മനസ്സിലാവും ഇത് കുറേ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അപ്പോൾ മടുപ്പുണ്ടാവും. ഇപ്പോൾ സ്പോർട്സ് എന്തൂസിയാസ്റ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് സ്പോർട്സ് കാണുന്ന ആൾക്കാരാവും. അപ്പോൾ അവർക്കിതൊന്നൊരു പ്രശ്നമുള്ള ഏരിയ ആയിട്ട് തോന്നൂല. അവരിത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അവരിത് അപ് ടു ഡേറ്റ് ആയിട്ട് പോവും. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഈ സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സായിട്ട് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഈ ഭാഗങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത് സ്ഥിരമായിട്ട് കാണാത്ത ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പോൾ അവർക്കൊക്കെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ആവും. അപ്പോൾ അവർ ടൈം എടുത്ത് പഠിക്കുക, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, സമയം എടുത്ത് പഠിക്കുക, എഫേർട്ട് ഇടുക, കൂടുതലായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്, അതൊക്കെ നോക്കുക. അപ്പോൾ 2025 ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ ഈ സെഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം സമയം കളയാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണല്ലേ. ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. ഇനി HS പ്രണോയ് ഏത് കായികനാണ്? HS പ്രണോയ് ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അനുഷ് അഗർവാല ഒരു ഇക്വസ്ട്രിയൻ ആണ്. ഇക്വസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിംഗ് ഇല്ലേ, ഹോഴ്സ് റൈഡിംഗ് ആണ് ഇക്വസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ, ഹോഴ്സ് റൈഡർ. അടുത്തത് വിഷ്ണു ശർവണ. വിഷ്ണു ശർവണ എന്ന് പറയുന്നത് ഒരു സെയിലറാണ്. ഇനി അടുത്ത ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. ഇനി 71ാമത് നെഹ്റു ട്രോഫി വിന്നറോ 2025 നടന്ന, അത് വിയപുരം ചുണ്ടനാണ്. വിയപുരം ചുണ്ടൻ. അപ്പോൾ 70ാമത് 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വിന്നർ കാരിച്ചാൽ ചുണ്ടൻ. 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് വിയപുരം ചുണ്ടൻ. ഇനി ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പിന്നെ ഈ നെഹ്റു ട്രോഫി വള്ളംകളി വേറൊരു പേരിൽ കൂടി പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്, അതാണ് ഒളിമ്പിക്സ് ഓൺ വാട്ടർ. അപ്പോൾ ഒളിമ്പിക്സ് ഓൺ വാട്ടർ എന്ന് അറിയപ്പെടുന്നതും നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി അടുത്ത ചോദ്യം, 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അപ്പോൾ 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ഇനി 2024 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട, അതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം 110 കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അതിൽ 65 പുരുഷ താരങ്ങളും 45 വനിതാ താരങ്ങളുമാണ് ഉൾപ്പെട്ടുള്ളത്. ഈ 110 പേര് 16 കായിക ഇനങ്ങളിലായിട്ടാണ് മത്സരിച്ചത്. ഇനി ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ബാഡ്മിൻ്റൺ താരമായ PV സിന്ധു, ടേബിൾ ടെന്നീസ് താരമായ ശരത് കമാലുമാണ്. ക്ലോസിംഗ് സെറമണിയിൽ ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറും പിന്നെ മലയാളിയായ ഹോക്കി താരമായ PR ശ്രീജേഷുമാണ് ക്ലോസിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ ടാലി നമുക്ക് നോക്കാം. 1ാം സ്ഥാനത്തുള്ളത് USA ആണ്, 40 ഗോൾഡ്, 44 സിൽവർ, 42 ബ്രോൺസുമായിട്ട് ടോട്ടൽ 126 മെഡൽ. 2ാം സ്ഥാനത്ത് ചൈന, ടോട്ടൽ 91 മെഡലാണ് ചൈനക്ക് കിട്ടിയത്, അതിൽ 40 ഗോൾഡ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71ാം സ്ഥാനമാണ്. ഇന്ത്യക്ക്
1 സിൽവറും 5 ബ്രോൺസും അടക്കം മൊത്തത്തിൽ 6 മെഡലാണ് ഇന്ത്യക്ക് 2024 പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചത്. ഇനി 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനു ഭാക്കർ ഷൂട്ടിങ്ങിലാണ്, ബ്രോൺസ് ആണ് മെഡല്. വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലാണ് ഇവന്റ്. പിന്നെ മനു ഭാക്കറിന് ഈ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മെഡൽ മിക്സ്ഡ് 10 മീറ്റർ എയർ പിസ്റ്റൽ എന്നുള്ള ഇവന്റിലാണ്, അതും ബ്രോൺസ് ആണ്. അത് മനു ഭാക്കർ, സർബ്ജോത് സിംഗ് എന്നിവരടങ്ങിയ ടീമിനാണ് ലഭിച്ചത്. അടുത്തത് സ്വപ്നിൽ കുസാലെ മെൻസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിലാണ് ബ്രോൺസ് മെഡൽ. അടുത്തത് ഹോക്കിയിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ ലഭിച്ചിരുന്നു. ഇനി നീരജ് ചോപ്രയാണ് ഇന്ത്യയുടെ ആകെ ഒരു സിൽവർ മെഡൽ നേടിയത്. അത് ഇനം ഏതാന്ന് വെച്ചാൽ മെൻസ് ജാവലിൻ ത്രോ ആണ്, അത്ലറ്റിക്സിൽ. ഇനി അമൻ സെഹ്റാവത്ത് മെൻസ് ഫ്രീ സ്റ്റൈൽ 57 കിലോഗ്രാം റെസ്ലിംഗിലാണ് ബ്രോൺസ് മെഡൽ. അമൻ സെഹ്റാവത്താണ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം ഒളിമ്പിക്സിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പം അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന പദവി ലഭിച്ച ആദ്യ വ്യക്തി. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ. അത് ശരിയാണ്. അടുത്തത് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. അതും ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. അതും ശരിയാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അപ്പോൾ ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ഉത്തരം ഓപ്ഷൻ ബി, സി ബാലകൃഷ്ണൻ. അപ്പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സി ബാലകൃഷ്ണൻ? മൗണ്ടനിയറിംഗ്. അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ള കായിക താരങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, അത്ലറ്റിക്സിൻ്റെ. അപ്പോൾ ഈ PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും പേരാണ് അത്ലറ്റിക്സിൽ കേരളത്തിൽ നിന്ന് അർജുന അവാർഡ് ലഭിച്ച കായിക താരങ്ങൾ. ഇനി ഇത് അതർ ഡിസിപ്ലിൻസ്, മറ്റ് കായിക ഇനങ്ങളിൽ കേരളത്തിൽ നിന്ന് അർജുന അവാർഡ് ലഭിച്ച കായിക താരങ്ങളുടെ ലിസ്റ്റാണ്. അതും നിങ്ങൾ വായിച്ചു നോക്കുക. വോളിബോള്, പിന്നെ സ്ട്രെങ്ത് സ്പോർട്സ്, അതായത് പവർ ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിങ്, റാക്കറ്റ് സ്പോർട്സ്, അതായത് ബാഡ്മിൻ്റൺ, ബോൾ ബാഡ്മിൻ്റൺ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. PDF നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ആ ലിസ്റ്റിൻ്റെ ബാക്കിയാണ്. അക്വാട്ടിക്സ്, ഹോക്കി, റോയിങ്, പിന്നെ മറ്റ് കായിക ഇനങ്ങളിലൊക്കെ അർജുന അവാർഡ് ലഭിച്ച ആൾക്കാർ. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? അപ്പോൾ ആരാണ് വൺ ഡേ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ചത്? സച്ചിനാണല്ലേ. ഓപ്ഷൻ ബി, സച്ചിൻ തെണ്ടുൽക്കർ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി, ജയ്പാൽ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ ഓപ്ഷൻ സി, വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായിട്ടുള്ളത്. ഇനി ഇത് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള പുരുഷ താരങ്ങളുടെ ലിസ്റ്റാണ്. അതിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നേടിയത് സച്ചിൻ തെണ്ടുൽക്കർ. ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മയാണ്, 3 തവണ. പിന്നെ നേടിയിട്ടുള്ള ഇന്ത്യക്കാർ ആരൊക്കെയാണ്? വീരേന്ദ്ര സെവാഗ്, പിന്നെ ഇഷാൻ കിഷൻ, ശുഭ്മാൻ ഗിൽ. പിന്നെ അതുകൂടാതെ ക്രിസ് ഗെയിൽ, മാർട്ടിൻ ഗുപ്റ്റിൽ, ഫക്കർ ജമാൻ, ഗ്ലെൻ മാക്സ്വെൽ, പതം നിസംഗ. ഇങ്ങനെ 12 ഏകദിന സെഞ്ചുറികൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ODI വേൾഡ് റെക്കോർഡ്സ് ആണ് ഡബിൾ സെഞ്ചുറിയുടെ ഏരിയയിൽ. അപ്പോൾ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ഏകദിനത്തിൽ രോഹിത് ശർമ്മ 264. അത് അദ്ദേഹം 2014 ശ്രീലങ്കയ്ക്കെതിരായിട്ടാണ് നേടിയത്, ഈഡൻ ഗാർഡൻസിൽ വെച്ചിട്ട് കൊൽക്കത്തയിലുള്ള. ഇനി ഫാസ്റ്റസ്റ്റ് ഡബിൾ സെഞ്ചുറി ആരാണ്? ഇഷാൻ കിഷൻ 126 ബോളിൽ 2022 ബംഗ്ലാദേശിനെതിരെ. ഇനി ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി രോഹിത് ശർമ്മ 3 പിന്നെ ഇനി വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ അമീലിയ കെറാണ്. ന്യൂസിലാൻഡ് താരമായ അമീലിയ കെർ 232 നോട്ട് ഔട്ട്. ഇനി 12 ടോട്ടൽ ഡബിൾ സെഞ്ചുറീസ് ഇതുവരെ ഏകദിന ചരിത്രത്തിൽ പിറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ 12 7 അടിച്ചിട്ടുള്ളത് ഇന്ത്യൻ ബാറ്റ്സ്മാനാണ്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, സച്ചിൻ തെണ്ടുൽക്കർ ആണ് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ആദ്യത്തെ പുരുഷ താരം സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഇന്ത്യക്കാരന് മാത്രമല്ല, ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ പുരുഷ താരം സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഇനി അദ്ദേഹം 2010 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഗോളിയോറിലാണ് ഡബിൾ സെഞ്ചുറി നേടിയത്. ഇനി ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിട്ടുള്ള ബെലിൻഡ ക്ലാർക്കാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ വുമൺ ക്രിക്കറ്ററായിട്ടുള്ള ബെലിൻഡ ക്ലാർക്കാണ് ഏകദിനത്തിൽ ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി നേടിയത് ODIസിൽ. 1997 ഈ നേട്ടം ബെലിൻഡ ക്ലാർക്ക് കരസ്ഥമാക്കിയത്. ഡെൻമാർക്കിനെതിരെ 155 ബോളിൽ 229 റൺസാണ് അന്ന് നേടിയത്. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി നേടിയ പുരുഷ താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി നേടിയ താരം ബെലിൻഡ ക്ലാർക്കാണ്. ഇനി ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സൗത്ത് ആഫ്രിക്കയാണ് ഇനോഗ്രൽ ചാമ്പ്യൻസ്. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് 1998 അത് ആ സമയത്ത് അതിൻ്റെ പേര് നോക്കൌട്ട്സ് ട്രോഫി ആയിരുന്നു. അപ്പോൾ അത് നേടിയത് സൗത്ത് ആഫ്രിക്കയാണ്. ഇനി ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ശരി ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ബി അല്ലേ, 2 and 3. തെറ്റായ പ്രസ്താവനകളെ ചോദിക്കുന്നത്. അപ്പോൾ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അപ്പം അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരുടെ ജന്മദേശം നമീബിയാണ്. അത് തെറ്റാണ്. കാരണം അവരുടെ ജന്മദേശം നമീബിയ അല്ല, സിംബാബ്വെ ആണ്. ഇനി ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ് ക്രിസ്റ്റി കവൻട്രി എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. ആണോ? ബാഡ്മിന്റൺ താരമല്ല, മുൻ സ്വിമ്മിംഗ് താരമായിരുന്നു ക്രിസ്റ്റി കവൻട്രി. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1, 3. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇൻ വിച്ച് ഇയർ ദി ഒളിമ്പിക് ഓത്ത് വാസ് ടേക്കൺ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് പ്രതിജ്ഞ ചെയ്തത്? 1920 ഓപ്ഷൻ എ 1920. ഇനി ദ ടേം ലിബറോ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം. അപ്പോൾ ഏത് ഗെയിമായിട്ടാണ് ലിബറോ എന്നുള്ള ടേം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി, വോളിബോളിലാണ് ലിബറോ എന്നുള്ള ടേം ഉള്ളത്. ഇനി വിച്ച് ഈസ് ദി നാഷണൽ ഗെയിം ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം ഏതാ? കബഡി. ഇന്ത്യയുടേതോ? ഇന്ത്യയുടെ നാഷണൽ ഗെയിം ഫീൽഡ് ഹോക്കിയാണ്. അപ്പോൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്പോർട്സ് ടെർമിനോളജി എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്പോർട്സ് ടേംസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ PDF നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുക എല്ലാവരും. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്ത താരം. അപ്പോൾ ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ് ഇവർ 3 പേരും ഖേൽരത്ന 2024 നേടിയതാണ്. സുഖ്ജിത് സിംഗ് ആണ് നേടാത്തത്. സുഖ്ജിത് സിംഗ് ഒരു ഹോക്കി പ്ലെയറാണ്, ഹർമൻപ്രീത് സിംഗും ഹോക്കി പ്ലെയറാണ്, ഗുകേഷ് ഡി ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്. ഇനി 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? അപ്പോൾ ഇവിടെ 5 വിക്കറ്റ് അല്ല വേണ്ടിയിരുന്നത്, 3 വിക്കറ്റ് നേട്ടമാണ് ആൻസർ. വിഘ്നേഷ് പുത്തൂർ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് PSC ചോദ്യം ക്യാൻസൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? വിഘ്നേഷ് പുത്തൂർ. 5 വിക്കറ്റ് അല്ല, 3 വിക്കറ്റ്. ഇനി 2022, 2023, 2024 വർഷങ്ങളിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 2022 ശരത് കമാൽ, ടേബിൾ ടെന്നീസ്. ശരത് കമാലിനെ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞല്ലോ, എവിടെയായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇനോഗ്രേഷൻ സെറമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറിൽ ഒരാളായിരുന്നു ശരത് കമാൽ. മറ്റേയാൾ PV സിന്ധു ആയിരുന്നു. ഇനി 2023 ഖേൽരത്ന ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി. 2 പേരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ്. ഇനി 2024 ഗുകേഷ് ദൊമ്മരാജു, അതായത് ഗുകേഷ് ഡി ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ്. അപ്പോൾ മനു ഭാക്കറാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 2 ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തി. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി PR ശ്രീജേഷിന് ഖേൽരത്ന ലഭിച്ചത് 2021 2017 ശ്രീജേഷിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. 2025 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് PR ശ്രീജേഷിന്. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ബോഗി ഏത് കായിക ഇനത്തിലാണ് വരുന്നത്? ഓപ്ഷൻ എ ഗോൾഫിലാണ് ബോഗി വരുന്നത്. ഇനി ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു സ്കിപ്പ് ക്വസ്റ്റ്യൻ ആവില്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്നും ആരും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എബ്രഹാം റീഡാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? അപ്പോൾ 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് US ലോസ് ആഞ്ചലസിലാണ്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് ഓസ്ട്രേലിയയിലുള്ള ബ്രിസ്ബെയിനിലാണ്. അപ്പോൾ 2028 ലോസ് ആഞ്ചലസ് USA, 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അത് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഓപ്ഷൻ സി ഡി ഗുകേഷ്. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡ് ലഭിച്ച 4 പേരിൽ ഒരാൾ കൂടിയാണ് ഡി ഗുകേഷ്. അത് ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? അതും ഡി ഗുകേഷ് തന്നെയാണ്. അടുത്ത ചോദ്യം, പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? പങ്കജ് അദ്വാനി ബില്യാർഡ്സ് പ്ലെയർ ആണ്. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭൻ ഗില്ലാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭൻ ഗിൽ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. അത് തെറ്റാണ്. വിരാട് കോഹ്ലിയുടെ അല്ല, രോഹിത് ശർമ്മയുടെ പിൻഗാമിയായിട്ടാണ് ശുഭൻ ഗിൽ ക്യാപ്റ്റനായത്. ഇനി മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഉത്തരം ഏതാണ്? തെറ്റായിട്ടല്ല ചോദിക്കുന്നത്, ഓപ്ഷൻ സി. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വനിതാ 100 മീറ്റർ അത്ലറ്റിക് മീറ്റിൽ അമേരിക്കയുടെ ഷക്കാരിയ റിച്ചാർഡ്സൺ 10.87 മിനിറ്റിൽ റെക്കോർഡോടെ സ്വർണം നേടി 1ാം സ്ഥാനത്തെത്തി. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ാം സ്ഥാനത്ത് എത്തിയത് സെയിന്റ് ലൂഷ്യക്കാരിയായിട്ടുള്ള ജൂലിയൻ ആൽഫ്രഡ് ആണ്, 10.72 സെക്കൻഡിൽ. സെക്കൻഡ് പ്ലേസിലുള്ളത് ഷക്കാരിയ റിച്ചാർഡ്സൺ ആണ്, പക്ഷേ 10.87 മിനിറ്റ് അല്ല, 10.87 സെക്കൻഡ് ആണ് കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെക്കുക, അവിടെ തെറ്റുപറ്റിയതാണ്. ഇനി പുരുഷ ജാവലിൻ ത്രോ മത്സരത്തിൽ പാകിസ്ഥാന്റെ അർഷാദ് നദീം 2ാം സ്ഥാനത്തോടെ വെള്ളി മെഡൽ നേടി. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അർഷാദ് നദീം ഗോൾഡ് മെഡലാണ്, 1ാം സ്ഥാനമാണ്. 2ാം സ്ഥാനത്ത് നീരജ് ചോപ്രയാണ് സിൽവർ നേടിയത്. ഇനി 2024 സമ്മർ ഒളിമ്പിക്സ് വേദി ഫ്രാൻസിലെ പാരീസും വിന്റർ ഒളിമ്പിക്സ് വേദി ജപ്പാനിലെ ടോക്കിയോയുമായിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, സമ്മർ ഒളിമ്പിക്സ് പാരീസിലായിരുന്നു, പക്ഷേ വിന്റർ ഒളിമ്പിക്സ് ടോക്കിയോയിലായിരുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എവിടെയാണ് വിന്റർ ഒളിമ്പിക്സ് നടന്നത്? സൗത്ത് കൊറിയയിലുള്ള ഗാങ്വോൺ പ്രൊവിൻസിലാണ് 2024 വിന്റർ ഒളിമ്പിക്സ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം, 1 മാത്രം ശരി. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ലൂയി ഹാമിൽട്ടൺ ഫോർമുല 1 റേസറാണ്. അപ്പോൾ ലൂയി ഹാമിൽട്ടൺ ഫോർമുല 1 റേസറായിട്ടുള്ള 2 ഓപ്ഷൻ ഇല്ല, ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ ബി. അപ്പോൾ അതാണ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഓരോ ഓപ്ഷനിൽ തന്നെ കിട്ടും. ഇനി ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റാണ്, അഫ്ഗാനിസ്ഥാൻ പ്ലെയറാണ് ഇബ്രാഹിം സദ്രാൻ. ഇനി ക്രിസ്റ്റഫർ എൻകുക്കു എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫുട്ബോൾ പ്ലെയറാണ്. സത്യാകൃഷ്ണമൂർത്തി ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ഇനി അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. ശരിയാണ്. തൻ്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം. അത് തെറ്റാണ്. ആരാണ് 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന് മാത്രമല്ല, ആദ്യ താരം സച്ചിൻ തെണ്ടുൽക്കറാണല്ലേ. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ. ഇനി 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ചെയ്യും. അത് ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. അതും ശരിയാണ്. രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രോഹിത് ശർമ്മ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു, പക്ഷേ ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് ന്യൂസിലാൻഡ് പ്ലെയറായ രചിൻ രവീന്ദ്രനാണ്. അപ്പോൾ 3 മാത്രം തെറ്റ്. അടുത്തത്, ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയല്ലാത്ത ഓപ്ഷൻ ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ 28 സ്വർണം നേടി. അത് ശരിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയുടെ സ്ഥാനം 3ാമതല്ല, ഇന്ത്യ 4th പ്ലേസിലായിരുന്നു. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ചൈനയിലെ ഹാങ്ഫുവിൽ നടന്നു. ശരിയാണ്. അടുത്തത് ജപ്പാനിൽ നടന്നു. അതും ശരിയാണ്. ഇനി 2022 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. 2022 ഏഷ്യൻ ഗെയിംസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും 2023 നടന്നത്. എവിടെയാണ് നടന്നത്? ചൈനയിലുള്ള ഹാങ്ജൂല്. ഇനി മെഡൽ ടാലി നോക്കിയാൽ ചൈനയാണ് ഫസ്റ്റ്. 201 ഗോൾഡുമായിട്ട് ടോട്ടൽ 383 മെഡലാണ് ചൈനയ്ക്ക് ലഭിച്ചത്.
ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 28 ഗോൾഡ്, 38 സിൽവർ, 40 ബ്രോൺസുമായിട്ട് 106 മെഡൽ ടോട്ടൽ. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് 2023 നടന്നത്. 2018 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആകെ 70 മെഡൽസേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് നമ്മൾ 107 മെഡലിലോട്ട് എത്തി. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, 106 അല്ല, 107 മെഡലാണ് ഇന്ത്യക്ക് ടോട്ടൽ ലഭിച്ചത്. 41 ബ്രോൺസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 106 അല്ല, 107 മെഡലാണ് ടോട്ടൽ ഇന്ത്യക്കുള്ളത്. ഇനി ഇന്ത്യയുടെ മെഡൽ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഷൂട്ടിങ്ങിൽ 22 മെഡലും അത്ലറ്റിക്സിൽ 29 മെഡലും ആണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതാണ് മെയിനായിട്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽസ് ലഭിച്ച ഇനങ്ങൾ. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 6 മെഡലാണ്. 1 സിൽവറും 5 ബ്രോൺസും, അങ്ങനെ ടോട്ടൽ 6 മെഡൽ. ഇനി ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആശാ ശോഭന. ഓപ്ഷൻ എ ആശാ ശോഭനയാണ് കറക്റ്റ് ആൻസർ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്നു മലയാളിയായ PR ശ്രീജേഷ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച കാര്യം ശരിയാണ്, 2025 ലഭിച്ചത്. പക്ഷെ പത്മശ്രീ 2019 2017 ലഭിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരേണ്ടത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. ആ ഒരു ഓപ്ഷന് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ 3 ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? അപ്പം നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഈ 4 പേരും ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ, ഒക്കെ 4 പേർക്കും 2024 ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3, 4 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെയാണ് ശരി? സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ്, അത് ശരിയാണ്. മേരി കോം പ്ലേയിങ് ഇൻ മൈ വേ, അത് തെറ്റാണ്. സച്ചിൻ തെണ്ടുൽക്കർ അൺബ്രേക്കബിൾ, അതും തെറ്റാണ്. സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ, അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ. ഇനി പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് സച്ചിൻ്റെ ആത്മകഥയാണ്. മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. അടുത്ത ചോദ്യം, 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഇനി 2025 കബഡി ലോകകപ്പ് വേദി ഏത്? അപ്പോൾ എവിടെയാണ് 2025 കബഡി ലോകകപ്പ് നടന്നത്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ടിലാണ്. അടുത്ത ചോദ്യം, വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഒരു 90% പേർക്കും ഇതിൻ്റെ ആൻസർ അറിയുന്നുണ്ടാവില്ല. അത്രയ്ക്കും ഹാർഡ് കോർ ആയിട്ടുള്ള വിരാട് കോഹ്ലി ഫാൻസിനൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷേ ഒരു നോർമൽ ക്രിക്കറ്റ് വാച്ചർക്ക് പോലും ഈ ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഗസ് ചെയ്യാൻ നിൽക്കാതെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ഇന്ത്യാസ് മെഡൽ ടാലി അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024? പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 0 ഗോൾഡ്, 1 സിൽവർ, 5 ബ്രോൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 1 സിൽവറും 5 ബ്രോൺസും ആണ് ഇന്ത്യക്ക് 2024 ഒളിമ്പിക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി
2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം? അത് ശ്രീജേഷ് PR ആണ്. ഈ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ 2025-ലും 2026-ലും അത്യാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. മാറ്റിയും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശ്രീജേഷിന് പത്മഭൂഷൺ ലഭിച്ച വർഷവും അല്ലെങ്കിൽ ആരാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ്? നേരത്തെ ഞാൻ പറഞ്ഞു പോയിരുന്നു, അമൻ സെഹ്റാവത്ത് റെസ്ലറാണ്. 2024 ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചു. 21 വയസ്സാണ്. അപ്പോൾ അമൻ സെഹ്റാവത്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയിൽ നിന്നിട്ടുള്ളത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. സമാപന ചടങ്ങിൽ ആരാണ്? PR ശ്രീജേഷും മനു ഭാക്കറും. ഇനോഗ്രേഷൻ സെറമണിയിൽ PV സിന്ധുവും പിന്നെ ആരായിരുന്നു? ശരത് കമാലും. പിന്നെ അടുത്ത ചോദ്യം, 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? ഓപ്ഷൻ സി ഏഡൻ മാർക്കമാണ് കറക്റ്റ് ആൻസർ. ഇനി കിരീടം നേടിയ ടീം സൗത്ത് ആഫ്രിക്കയാണ്, അത് ഓർത്ത് വെക്കുക. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏത്? 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിന്നർ ഇന്ത്യയാണ്. ഇന്ത്യയുടെ തേർഡ് ചാമ്പ്യൻസ് ട്രോഫി വിന്നാണ് 2025. ഇനി ഹു ഗോട്ട് ദ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഓഫ് ദ T20 ഫൈനൽ ഹെൽഡ് അറ്റ് ബാർബഡോസ് ഇൻ 2024? അപ്പോൾ ആരാണ് 2024 T20 വേൾഡ് കപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച്? വിരാട് കോഹ്ലിയാണല്ലേ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ളത് ജസ്പ്രീത് ബുംറയാണ്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് രോഹിത് ശർമ്മ. T20 വേൾഡ് കപ്പ് മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിലെ ക്യാപ്റ്റനും രോഹിത് ശർമ്മയായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം ആരാണ്? നമ്മൾ പറഞ്ഞു മനു ഭാക്കറാണ്. ഷൂട്ടിങ്ങിലാണ് കേട്ടോ. 2024 ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 2 ബ്രോൺസ് മെഡലാണ് മനു ഭാക്കർ നേടിയത്. മനു ഭാക്കർ 2024 ഖേൽരത്ന അവാർഡ് വിന്നറുമാണ്. ഇനി കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് 16ാമത്തെ വയസ്സിൽ PT ഉഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. പിന്നീട് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലും 1988 സിയോൾ ഒളിമ്പിക്സിലും PT ഉഷ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 1984 നടന്ന ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ ഫൈനലിൽ വരെ എത്തിയതാണ് PT ഉഷ. ഫൈനലിൽ 4ാം സ്ഥാനത്തായിരുന്നു. സെക്കൻഡിന്റെ 100-ൽ-1 അംശത്തിനാണ് PT ഉഷയ്ക്ക് അന്ന് ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് PT ഉഷ. അതുകൂടി ഓർത്ത് വെക്കുക. ഇനി 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? അർജന്റീന 3ാമതും കപ്പ് നേടി, അത് കറക്റ്റാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു, അതും കറക്റ്റാണ്. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി, അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബ്രസീലല്ല 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്, 2ാം സ്ഥാനത്ത് വന്നത് ഫ്രാൻസ് ആണ്. ഇനി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1, 2, 4 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ഓപ്ഷൻ എ വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. അടുത്തത് കേരള കായിക ദിനം എന്നാണെന്നാണ്. അപ്പോൾ എന്നാണ് കേരള കായിക ദിനം? കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന GV രാജ, ഗോദവർമ്മ രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 13-നാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. ഇനി ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്, അത് മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29-നാണ്
ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. അടുത്തത് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എവിടെയാണ് നടന്നത്? അപ്പോൾ എപ്പോഴാണ്? 1975 ഇംഗ്ലണ്ടിലാണ് നടന്നത്. ഇനി അപ്പോൾ ഒരു ചോദ്യം, ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ജയിച്ചത് ആരാ? വെസ്റ്റ് ഇൻഡീസ് ആണ് ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് ജയിച്ചത്. 1979 രണ്ടാമത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പും ജയിച്ചത് വെസ്റ്റ് ഇൻഡീസ് ആണ്. 1983 മൂന്നാമത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വേൾഡ് കപ്പ് വിന്ന് 1983. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്തിന് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് എൻ പരമേശ്വരൻ നായരാണ്. അപ്പം അത് ശരിയാണ്. ഇനി മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടും ശരിയാണ്. ഇനി 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? പാരീസിലുള്ള സെയിൻ നദി. ഇനി 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജമൈമ റോഡ്രിഗസ് ആണ് ഉത്തരം. ഇനി ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ. 2025 ഇന്ത്യ ആദ്യമായിട്ട് ICC വുമൻസ് വേൾഡ് കപ്പ് നേടിയത്. അപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. സെമി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ജമൈമ റോഡ്രിഗസ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ അത്രയുമാണ് ഈ സെഷനിൽ കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് കുറഞ്ഞത് ഒരു ക്വസ്റ്റ്യനെങ്കിലും പ്രിലിംസിനോ 10th പ്രിലിംസിനോ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിനോ ചോദിക്കുന്നത് ഗ്യാരണ്ടീഡാണ്. കാരണം ഈ വർഷം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഷന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ സ്പോർട്സ് എന്നുള്ള ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു 1-2 മാർക്കിനോ ചിലപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് മിസ്സായി പോവാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാത്ത ആൾക്കാർ ആ മാർക്കറ്റ് പോവും. അവർ കയറിപ്പോവും, നിങ്ങൾ താഴേക്ക് പോവും. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു PDF നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഈ സെഷനും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.